ഇതുപോലത്തെ ക്യാമ്പിംഗ് ഒന്നും നിങ്ങൾ ലൈഫിൽ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഫോറസ്റ്റ് സൈഡിൽ ചെറിയ ചെറിയ കൊമ്പും ചുള്ളിയൊക്കെ ഇപ്പം തന്നെ ഇട്ട് കൊടുത്താൽ നമുക്കൊന്നുകൂടി വേണമെങ്കിൽ മറിച്ചിടാം. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മളുടെ ബാഗൊക്കെ തോളിലിട്ട് അല്ലേ, പാടത്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ക്യാമ്പിങ്. നിങ്ങൾ തമ്മിൽ കണ്ടുവന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഫസ്റ്റത്തെ ക്യാമ്പിങ് ഞാൻ ഇവിടെ തന്നെ ആവും ചെയ്യുക എന്നുള്ളത്. ഞാനിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോടെ വരുന്നത്. ഇപ്പോൾ സമയം 5:30 ഈ 5:30 നേരത്താണ് വരുന്നത്. വീട്ടിൽ നിന്ന് എല്ലാവിധ സാധനങ്ങളും പാക്ക് ചെയ്ത് ബാഗിലിട്ട് വന്നേക്കുവാണ്. നമുക്ക് ഇവിടുന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫാസ്റ്റ് ആവണം. ഇപ്പോൾ വെളിച്ചം പോകുമ്പോഴത്തേന് എനിക്ക് കുറച്ച് വിറക് കിട്ടണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് 2 കഷ്ണം ചിക്കൻ. അപ്പോൾ അതൊന്ന് ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് പൊക്കി നിർത്താൻ പറ്റുന്നതായിട്ട് 4 കൊമ്പ് ഇട്ടണം. അപ്പോൾ അത്തരം പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ലഗേജൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ ഈ പറഞ്ഞ പോലത്തെ പരിപാടികളിലേക്ക് നീങ്ങാം അല്ലേ. പിന്നെ ഇതിലൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ഏതായാലും ഈ ചകിരി ഒക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ്. ഇതൊക്കെ ഉണങ്ങിയതൊക്കെ നമുക്ക് എടുക്കാം. നമ്മളുടെ വിറക് ഒരു ചെറിയ കഷ്ണം കിട്ടി, അതടക്കട്ടെ. നമുക്ക് കത്തി, നമ്മളുടെ കഴിഞ്ഞ യാത്രയിൽ നമ്മളുടെ ഗ്രില്ല് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടെൻറ്റിൻ്റെ താഴെ വിരിക്കാനുള്ള ഷീറ്റ്, ഇതാണ് നമ്മുടെ കത്തി. ഈ ഒരു കത്തി ഉണ്ടല്ലോ, ഇത് നമ്മുടെ കഴിഞ്ഞ യാത്രയിൽ നമ്മൾ ആസാമിൽ നിന്നും സൺഡേ മാർക്കറ്റിൽ നിന്നും വാങ്ങിയതാണ്. നമുക്ക് എത്തുമ്പോഴൊന്ന് വെട്ടിയിട്ട് ഇതിൻ്റെ മൂർച്ച നോക്കാം. മൂർച്ച പെരുമൂർച്ചയാണ് സാധനത്തിന്. ഞാൻ ഇന്നലെ മൂർച്ച കൂട്ടിയതാണ്. ഞാൻ ഈ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മൂർച്ച കൂട്ടിയതാണ്. പച്ചയിൽ 2, 3, 4 കിട്ടണം. പച്ചയിൽ 4 1 തീർക്കാം. അതുപോലെ തന്നെ 2 എടുക്കാം. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കാടായി നിൽക്കുന്ന സംഭവങ്ങളാണ്. ഇതൊരു വള്ളിയാണല്ലേ. ഇതിന് ഞങ്ങളവിടെ പറയുന്നത് ഇതൊക്കെ ഇതിൻ്റെ പേര് മറന്നല്ലോ, പുല്ലാണിച്ചെടിയാണത്. ഇത് വള്ളിയാണ്. വള്ളി നമുക്ക് പറ്റില്ല. അങ്ങനെ നമുക്ക് അവിടെ മുളയുണ്ട്, മുളയിൽ പോയിട്ട് മുള നോക്കാം. വള്ളിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ ആവില്ലേ, അങ്ങനെ ആകരുത്. നമുക്ക് ചിക്കൻ ഗ്രില്ല് മേലെ വെച്ചിട്ട് 4 കാലുമേ ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മേലെ ചിക്കൻ വെക്കാനാണ്. താഴെ നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യാനാണ്. അങ്ങനെയൊക്കെ ഞാൻ കരുതണം. നടക്കും അറിയില്ല, പോയോക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് 4 കൊമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വിറകും കൂടി ഉണ്ടാക്കി വരണം. ഈ 4 കൊമ്പ് നമുക്ക് ആവശ്യം പറഞ്ഞില്ലേ, നമുക്ക് വിറക് ഉണ്ടാക്കിയാൽ. ഇതിവിടെ ഒരു മരം മുറിച്ചിട്ടതാണ്. ഇത് കത്തില്ലേ, പച്ചയൊന്നല്ല. എന്താ കത്തിൻ്റെ മൂർച്ച ചെയ്തിട്ടാ? പച്ചയൊന്നല്ല, ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കുറച്ച് ചുള്ളിക്കൊമ്പുകൾ ഒക്കെ നമുക്ക് എടുക്കാം. ചെറിയ കൊമ്പാണ് ആദ്യം വേണ്ടത്, പിന്നെ വലുതും വേണം. ഓക്കെ, നമുക്ക് ആവശ്യാനുസരണമുള്ള വിറക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ അവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാം. ഇരുടിപ്പോവും. അപ്പോഴേക്ക് നമുക്ക് ഇതൊക്കെ റെഡിയാക്കി വെക്കണം, അല്ലെങ്കിൽ പണി കിട്ടും മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മുടെ വിറകിൻ്റെ പരിപാടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി, നമ്മളിപ്പോൾ ടെൻറ്റ് പിച്ച് ചെയ്യണോ അതോ അടുപ്പ് പിച്ച് ചെയ്യണോ? തിങ്കട്ടെ. നമ്മളുടെ പ്ലാന് ടെൻറ്റ് പിച്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാട്ടെ ഞാൻ അടുത്തതായിട്ട്. പക്ഷേങ്കിൽ നമുക്കിവിടെ നമ്മളുടെ ഈ ടെൻറ്റിന് അടുത്ത് കിടക്കുന്ന ഈ പുല്ലുകളുണ്ടല്ലോ, ഇവരെയൊക്കെ നമുക്ക് നൈസായിട്ടൊന്ന് വൃത്തിയാക്കാം. കാരണം ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ വേണ്ടി പറ്റണം. ഏജന്റുക്കളുള്ളൂ, നമുക്ക് പേടിക്കണ്ടേ. ഇവിടെ ധാരാളമായിട്ട് ഉണ്ട് നമ്മളെ ഈ നാട്ടിലൊക്കെ, കണ്ടമാനം ഉണ്ട് താനും. അപ്പോൾ ഓർക്കൊരവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്.
ബാക്കിൽ ചെക്കന്മാരുണ്ടാവും. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വല്ലാതെ അവിടേക്ക് മാറിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ അവരുണ്ട്. അവർ ഫുൾ ടൈം ഒന്നും ഉണ്ടാവില്ല, അവരൊക്കെ ഇപ്പോൾ പോവും. അവരിങ്ങനെ എന്തൊക്കെ പരിപാടി എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു 9.6 ഷീറ്റ് ഞാൻ വാങ്ങിയതാണ്. നമ്മുടെ ടെൻറ്റ് വിരിക്കുന്നതിൻ്റെ താഴത്തായിട്ട് ഇടാന്ന് കരുതിയിട്ട്. പിന്നെ നമ്മുടെ ടെൻറ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഫസ്റ്റത്തെ ക്യാമ്പിംഗ് ആണത്. അപ്പോൾ ഇതിൽ ചില്ലറ പോരായ്മകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ക്യാമ്പ് ചെയ്യുന്നത്. വണ്ടിയിൽ കുറേ കിടന്നുറങ്ങിക്കണം എന്നല്ലാതെ ഇങ്ങനെ നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ തന്നെ ചില ആൾക്കാർ ക്യാമ്പിംഗ് വീഡിയോ കാണുമ്പോഴേ നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഇവരധികം സംസാരിക്കാത്തത്. ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യുമ്പോൾ അല്ലാതെ സംസാരിക്കാറില്ല, ഡയലോഗ് കുറവേ കയറാം. നമ്മളിങ്ങനെ ഒരു പണി ഇങ്ങനെ എടുക്കുക, സെറ്റാക്കുക, ആ ഒരു ചിന്ത മാത്രമേ ഇരിക്കുള്ളൂ. ഓലാക്കൂരിട്ടായി മക്കളെ, നമ്മുടെ ടെൻറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇടാൻ നല്ല സുഖാട്ടോ, അത്ര വലിയ റിസ്ക് ഇല്ലാത്തൊരു ടെൻറ്റാണിത്. ഇടാൻ പക്കയാണ്. ഓക്കെ, നമ്മൾ ഈ എടുത്തിട്ടുള്ള ഷീറ്റ് ഏതാണ്ട് ഈ ഒരു ഇതിൻ്റെ ചോട്ടിലിടാൻ വേണ്ടിയിട്ട് പാകമാണ്. അതായത് 9.6 ഷീറ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇരുടായി തുടങ്ങി. നമ്മളുടെ ടെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇരുട്ടത്തിലെ കളിയാണ്. ഞാൻ അപ്പോഴേക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ സെറ്റാക്കാണ്ട്. നമ്മൾ വെയിറ്റ് വെക്കാനുള്ളൊരു സ്റ്റാൻഡല്ല, ഒരു മരം കുഴിച്ചിടണം, ഒരു കൊമ്പ് കുഴിച്ചിടണം. അപ്പോൾ അത്രയും പരിപാടി കേട്ടിട്ട് ലൈറ്റ് വരണമല്ലോ, ലൈറ്റ് പ്രധാനമാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് അങ്ങനെ നോക്കാം ഓരോരോ പരിപാടികൾ. സമയം ഇപ്പോൾ 6:10 അങ്ങനെയെങ്കിൽ നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെവിടുന്ന് നോക്കിയാലും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ആൾക്കാർക്ക്. പക്ഷെ ലൈറ്റ് ഉണ്ടായിക്കോട്ടെ, ലൈറ്റ് വേണം. ഇനി നമ്മളുടെ പരിപാടി, നമ്മൾ കുറച്ച് ഏരിയ ഇവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നമ്മുടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യണം. ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാനുള്ള സമയം ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഏറ്റവും നല്ലത്. ഇത് ഇവിടുന്ന് കിട്ടിയുള്ള ചേരിയാണ്. അപ്പം എന്താ വെച്ചാൽ നമുക്ക് ആദ്യം ഇതുമുന്നോട്ട് തുടങ്ങാം. ഇവിടെ കുറച്ച് നനവുള്ളതാണ്. നനവില്ലാത്തത് ഞാൻ കുറേ നോക്കി, പക്ഷേ എങ്കിലില്ല, കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഇതുമെന്ന് തുടങ്ങുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് എപ്പം തന്നെ ചെറിയ രീതിയിലൊന്നിങ്ങനെ സെറ്റാക്കിയാലേ പരിപാടി നടക്കുള്ളൂ. ഇല്ലാന്നാണെങ്കിൽ ഇത് ഞാൻ അവിടെ നിന്ന് പൂർണ്ണ വഴിയിൽ അവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനൊരു പൊടി എടുത്ത് പോകുന്നതാണ്. ഒറ്റൊക്കെ തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പാണ്. ഇപ്പോൾ തണുപ്പുണ്ട്, വൃശ്ചിക മാസത്തെ തണുപ്പ് ഇപ്പോൾ നല്ല രീതിയിലുണ്ട്. ചകിരി കത്തി കിട്ടിയാലുള്ള സുഖമാണ്. ഒന്ന് കൊതുക് കടിക്കുന്നുണ്ട്, അപ്പോൾ അതിന് കാര്യത്തിൽ തീരുമാനമാണ്. ഞാൻ കൊതുക് തിരി നിർത്തില്ല. വേണമെങ്കിൽ കൊണ്ടിരിക്കാം, നമുക്ക് ആരെ കൊണ്ടുപോയി കൊണ്ടിരിക്കാം, നമുക്ക് തന്നെ പോയി കൊണ്ടുവരാനോ പറ്റും. അതാ പറഞ്ഞത്, നമ്മൾ ആദ്യമായിട്ട് ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലോങ് പോയി ക്യാമ്പ് ചെയ്യാതൊക്കെയാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറന്നു പോകും. നമുക്ക് ഈ ഒറ്റ ക്യാമ്പോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് നിർബന്ധമായിട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലായോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിൽ നാടിനെ തിരഞ്ഞെടുത്തത്. ഇതിൽ നമുക്ക് ഒരുപാട് പോരായ്മകൾ നിരത്താൻ വേണ്ടിയിട്ട് പറ്റും. പുകയായിട്ട് കാണുന്നില്ല, പുക വേണം, പുക ഉണ്ടാകട്ടെ, ഷെയറാട്ടെ. നമ്മൾ പുക ഉണ്ടാക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ കൊതുകൊക്കെ പോട്ടെ. അതേപോലെ തന്നെ ഇവിടേക്ക് വരാൻ കരുതി സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ജന്തുജാലങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാട്ടെ നമ്മളിവിടെ ഇന്നത്തെ ദിവസം നമ്മളവരെ ശല്യം ചെയ്യാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത്. നമുക്ക് ലൈറ്റ് കുറവുകൂടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ നമ്മുടെ മറ്റേ വലിയ ലൈറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ലൈറ്റിൻ്റെ വിഷയം ഇവിടെ വരാൻ വേണ്ടി പാടില്ല. അപ്പം നമ്മളുടെ മൊത്തത്തിലുള്ള സിസ്റ്റം കിടക്കുന്നത് ഈ ഒരു ടൈപ്പിലാണ്. നമ്മളിവിടെയാണ് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ചെയ്യുന്നു. അവിടെ നമ്മുടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു നെറ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടോ. സംഭവം ഞാൻ ഇത്ര കണ്ട് ഒരു രസം കിട്ടുമെന്ന് കരുതിയതല്ല. ഈ ക്യാമ്പിങ് സംഭവങ്ങളൊക്കെ എനിക്കിപ്പം തന്നെ ഒരു ചെറിയ വൈബ് കിട്ടുന്നത്. ഇനി നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നമ്മളുടെ കയ്യിൽ നമ്മുടെ കത്തി എടുക്കണം. കത്തി എടുത്തിട്ട് നമ്മൾ ആദ്യം കൊണ്ടുവന്ന് വെച്ചില്ല, അത് നമ്മുടെ ടെൻറ്റിൻ്റെ മേലെ ഇടാവുന്നതാണ്. അതൊന്നും ഇട്ടിട്ടില്ല, അതൊക്കെ ഇടാം. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ആദ്യത്തെ പരിപാടിയോടെ അറിയാം. അപ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടാവില്ല. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഈ മുളകളില്ലേ, ഇത് നമ്മൾ കൊണ്ടുവന്നത് അത് നമ്മുടെ ഗ്രില്ലിന് അളവാക്കാം. അതായത് ഗ്രില്ല് നമ്മളിങ്ങനെ ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഗ്രില്ലിനെ ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്, ഈ മുള കൊണ്ടുവന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതിനെ താത്തണം. ഈ
മുളനെ ഇതിനെ താത്തണം. ഇതിനെ താത്ത മുറിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്തായാലും ഞാൻ അതിൻ്റേതായുള്ള പരിപാടി നോക്കട്ടെ. ഓക്കെ, ഇതുപോലത്തെ ഒരു ക്യാമ്പിംഗ് ഒന്നും മാറ്റം കൊണ്ടുണ്ടാവില്ല. നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മളൊരു സാധാരണ പരിപാടിയായിരിക്കും. അത് നമ്മളുടെ ക്യാമ്പിംഗ് ആയാലും നമ്മളെ യാത്രയിലൊക്കെ നമ്മൾ സാധാരണ സെറ്റപ്പിലാവും ചെയ്യാം. മനസ്സിലായില്ലേ? ഇത് ശരിക്കും ഞാൻ ഇങ്ങനെ അല്ലട്ടോ കരുതിയത്. ഞാൻ നല്ല കമ്പി കൊണ്ടോ കമ്പിമ്മലൊക്കെ വെക്കണം എന്നാണ് കരുതിയത്. ഓക്കെ, പിന്നെ അടുത്ത ഇവിടെ സംഗതി നടക്കും. സംഗതി പടം ഓടും തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഏതാണ്ടൊക്കെ നമ്മളുടെ ഈ ഗ്രില്ല് സെറ്റ് ചെയ്യണ പരിപാടി തീരാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതുപോലത്തെ ക്യാമ്പിംഗ് ഒന്നും നിങ്ങൾ ലൈഫിൽ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. ഫ്ലോറസ്റ്റ് 71 മാത്രമേ ഉള്ളൂ ഇത്തരം ക്യാമ്പിംഗ് വീഡിയോകൾ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അയ്യപ്പൻ്റെ തോല പുള്ളിക്കളി അടിപൊളിയല്ലേ? നമ്മളുടെ ചിക്കൻ പൊള്ളിക്കാൻ ഈ ഒരു അതുപോലെ ഇതിൽ എന്താ വെച്ചാൽ വേറെ പ്രശ്നം നമ്മൾ നേരിടാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ ടോർച്ചുകളൊക്കെ കിടക്കുന്നത് 4 വഴിക്ക് ഒക്കെ കാണുന്നോടത്തനൊക്കെ വേറെ പ്രശ്നം നമ്മൾ നേരിടാനുള്ള വേറെ ഒന്നുമല്ല. നമുക്ക് ഈ പറഞ്ഞ പോലത്തെ പുകച്ചൂര് അടിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മളുടെ ചിക്കന് പുകച്ചൂരടിക്കാതെ വേണം നമ്മളതിനെ കൈകാര്യം ചെയ്യാൻ. ഞാനിനി കാര്യമായ രീതിയിലൊന്ന് ക്യാമ്പ് ഫയർ ചെയ്തോട്ടെ. ഈ ചൂടുണ്ടോ കനലുണ്ടോ വേകട്ടെ, ഒക്കെ കേട്ടുപോയി. ഇതിപ്പോൾ ഇവിടെ ചെയ്യണത് പോലത്തെ സൗകര്യമൊന്നും ബാക്കിയുള്ളടത്ത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ ഒരുപാട് ഇതിനേക്കാൾ കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ പോലും കുഴപ്പമില്ല. ഇതിന് നമ്മളിപ്പോൾ ഈ കാലുണ്ടാക്കിയില്ലേ, ഇതിൻ്റെ വേസ്റ്റാണ്. അത് നമുക്ക് വെച്ചെടുക്കാം. ഇതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുള്ളൂ. ഏതായാലും നമ്മുടെ തീ നല്ല രീതിയിൽ കത്തുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾക്ക് കുറച്ച് ചായ ഉണ്ടാക്കാം അല്ലേ? നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് അൺബോക്സിങ് ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു പാത്രമാണ്. നമുക്ക് യാത്രക്കൊക്കെ ഉപകാരപ്പെടുന്ന ചെറിയൊരു പാത്രമാണ് ഇത്. നിൽക്കും എന്താ കൊള്ളാം, സെറ്റപ്പിലുണ്ടാക്കിയിരിക്കണത്. സെറ്റപ്പാണ്. പക്ഷേങ്കിൽ ഈ പിടുത്തത്തിന് ഇങ്ങോട്ടേക്ക് മാറ്റണം. മറ്റെന്താ വെച്ചാൽ പിടുത്തം ഒരുക്കി പോകും. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ഈ പാത്രം അവിടെ ഇങ്ങനെ നടന്നോട്ടെ അല്ലേ? കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാലാ വെള്ളാട്ടോ. നമ്മുടെ അടുത്ത് സക്സസ് ആയി. ഞാനിതിങ്ങനെ എത്ര സക്സസ് ആവും കരുതിയല്ല. വളരെ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ. ഇവിടെ കട്ടെ അവന് ആവശ്യാനുസരണത്തിന് നമുക്ക് തീ ഇവിടെ കത്താനുസരിച്ച് അവൻ അങ്ങനെ ആയിക്കോളും. പുകച്ചൂരടിക്കും എന്നുള്ളത് മാത്രമേ ഒരു പേടിയുള്ളൂ. ബാക്കിയുള്ളൊന്നും പേടിയില്ല. ഇതൊരു ബോട്ടിൽ വെള്ളം. ഇത് പാൽക്കായമാണ്. പാൽക്കായം ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്യേണ്ടത്, ഞാൻ മറന്നു പോയതാണ്. ഇത് ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ കുപ്പി വെള്ളത്തിലേക്ക് ഇത് നമ്മൾ ഈ പാമ്പുകളെ തുരത്താൻ വേണ്ടിയിട്ടാണ് തായ്മക്കാരൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം അത് ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല. അത് കലങ്ങി കിട്ടാൻ കുറച്ച് ടൈം എടുത്തിട്ടോ. നമുക്കിപ്പോൾ അർജൻറ്റായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അത് ഞാൻ മറന്നു പോയതാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമല്ലോ. അപ്പം നമ്മൾ ഭക്ഷണമായിട്ട് വലിയ സംഭവമായിട്ടൊന്നും ചെയ്യണില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് പറഞ്ഞാൽ 2 പീസ് ചിക്കൻ. അതിനാണല്ലോ ഇപ്പം നമ്മൾ ആ സംഭവമൊക്കെ അങ്ങനെ സെറ്റാക്കി വെച്ചത്. അപ്പോൾ ഒരു ചിക്കനെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ചിക്കൻ ഞാൻ കഴുകി കൊണ്ടുവന്നതാണ്. ഞാൻ അധികം ഒന്നും വെള്ളം എടുത്തില്ല. വെള്ളം പിന്നെ നമുക്ക് ഇവിടുന്നൊക്കെ കിട്ടും. നമ്മളുടെ നാടനല്ലേ, നമുക്ക് വെള്ളം കിട്ടാത്ത കേസൊന്നുമില്ല. അപ്പം നമുക്ക് ചിക്കനൊന്ന് മസാല കയറ്റിയിടാം. അത് നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ മറന്നു പോകും. അപ്പോൾ നല്ലൊരു വാഴൻ്റെ ഇല ഞാൻ അവിടെ പോയി വെട്ടി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ക്യാമറ കൊണ്ടുപോകാൻ വേണ്ടി മറന്നു. ഇത് മുളക് പൊടി കാര്യങ്ങളൊക്കെയാണ്. ഇതെന്താ ഇതാണ് മസാല. ഇതിവിടെ കെട്ടാ. ആദ്യം നമുക്ക് എന്താ വെച്ചാൽ ചിക്കനൊന്ന് ഞാൻ കഴുകിയിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. അത് കഴുകിയിട്ട് കൊണ്ടുവന്നാണ്, വീട്ടിൽ നിന്ന് കഴുകി കൊണ്ടുവന്നാണ്. പക്ഷെ എന്നാലും നമുക്കൊന്നും കൂടി ഈ കവറിൽ ഇങ്ങനെ കിടക്കില്ലേ. നല്ല 2 അൽഫാം പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കവറൊക്കെ എടുക്കട്ടെ, നമുക്ക് പോകുമ്പോൾ നാളെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണത്. നല്ലൊരു അൽഫാം പീസാണ്. 1 അല്ല 2 ഉണ്ട് ഇതുപോലത്തെ. 2 പീസൊന്നും ഞാൻ തിന്നൂല കേട്ടോ. ഒന്ന് ഞാൻ കുട്ടികൾക്ക് ഇവിടുന്ന് ഞാൻ പോയി കൊണ്ട് കൊടുക്കും. അതപ്പോൾ 2 ഒന്നും ഇപ്പം നമ്മൾ എന്തായാലും തിന്നൂല. അതായത് വിറക്
കേക്ക് കൊണ്ടുവന്നാണ്. പിന്നെ എല്ലാ കേക്കൊന്നും വേണ്ട, ഒന്നിട്ട് വെള്ളം ഒഴിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാ മസാലകളും ഉണ്ട്. ഉപ്പ്, മല്ലി, മുളക്, കുരുമുളക്, മഞ്ഞൾ, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ, ഞാൻ ട്രാക്കൊന്നും വരച്ചിട്ടില്ല, അവൻ്റെ മേലേക്ക് ഇങ്ങനെ തട്ടി കൊടുക്കാം. ഇത് ഈ പറഞ്ഞതുപോലെ അളവൊന്നും അങ്ങനെ അറിയില്ല, ഉപ്പ് ഏറോ ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടറിയുന്നതാണ്. അതുപോലെ തന്നെ പിന്നുള്ളത് നമ്മളുടെ ഈ മസാലയാണ്. ഇതും തന്നെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ സംഭവമാണ്. നമ്മളതൊരു സംഭവ പരിപാടിയാണ്, സംഭവ ബഹുലമായിട്ടുള്ള പരിപാടിയായിരിക്കും. ഓക്കെ, വെളിച്ചെണ്ണ എങ്കിൽ ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു സുഖം കിട്ടാം. അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചെറിയ. ഇതെന്താ വെച്ചാൽ ചിക്കന് ഉള്ളിൽ തന്നെ വെക്കണം നമ്മൾ. ഇതിൻ്റെ സ്മെല്ല് കിട്ടിയാണ്ട് വല്ല ജന്തുക്കളും വരിക. അങ്ങനെയെങ്കിൽ നമ്മളുടെ 2 അൽഫാം പീസ് അല്ലെങ്കിൽ നമ്മൾ പൊള്ളിക്കാൻ പോകുന്ന പീസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു മസാലയിൽ തന്നെ ഇവിടെ ഇങ്ങനെ കിടത്താം. നമ്മളുടെ കത്തി ഞാൻ ഒരു വട്ടം കഴുകിയതാണ് നല്ല രീതിയിൽ കാരണം അത് എത്ര കഴുകിയാൽ ഈ കളറിനായിട്ടതുണ്ടാവുക. നാരങ്ങൊന്ന് കട്ട് ചെയ്യാൻ നമ്മൾ വേറെ കത്തിയൊന്നും എടുത്തിട്ടില്ല. എന്തിനും ഒരുപാട് കത്തി ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ നമ്മൾ അത്യാവശ്യ സാധനങ്ങൾ കൂടി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ലല്ലോ. അത്യാവശ്യ സാധനങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുവരാം. ചെറിയ രീതിയിലൊക്കെ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് പൊടിയിടാം. പൊടിയിട്ടിട്ട് ടൈറ്റ് ആക്കാൻ പരിപാടി അല്ലേ. പഞ്ചസാര, ചായപ്പൊടി പഞ്ചസാരയും കിട്ടിയില്ല. ചായപ്പൊടിയൊക്കെ ചെറിയൊരു ഡപ്പിലിട്ടിട്ടുള്ളൂ. ഷുഗർ കുറച്ച് കുറഞ്ഞോട്ടെ. ഷുഗർ ഞാൻ പത്രം വല്ലാതെ ഉപയോഗിക്കില്ല. അപ്പോൾ ചങ്ങന്മാരെ നമ്മളുടെ ചായ റെഡി ആയിട്ടുണ്ട്. ചൂടാ, ലൈറ്റാണ്. ഞാൻ ലൈറ്റ് കട്ടണം ഉണ്ടാക്കിയത്. നമ്മളുടെ ക്യാമ്പ് ഫയർ ഓക്കെയാണ്, അടിപൊളിയാണ്. ഇനി നമ്മളുടെ ചിക്കനെ നൈസായിട്ട് കയറ്റി വെക്കാം. ഗ്രില്ലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. ചെറുതായിട്ട് പുകച്ചൂരി, ഞാൻ പറഞ്ഞില്ലേ ഈ പുക ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് മിക്കവാറും പുകൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിനൊന്ന് താത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 4 കാലും ഞാൻ താത്തിയിട്ട് അടുപ്പ് കുറച്ച് താന്നിട്ടായി കരപ്പം നിങ്ങൾക്ക് കാണുന്നത്. കാരണം തീ നമുക്ക് തട്ടുന്ന രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. 7 മണി ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചിക്കനെ നൈസായിട്ട് കയറ്റി കൊടുക്കാം. നമ്മുടെ ഒരു പീസ് അവിടെ ഇറങ്ങട്ടെ. നമ്മുടെ 2ാമത്തെ പീസ് അവിടെ ഇറങ്ങട്ടെ. അങ്ങനെയെങ്കിൽ ചിക്കൻ ചുടുന്ന പൊള്ളിക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഇത് പൊള്ളിക്കല്ല, ഇത് കരിയുന്ന ചെയ്യും. അങ്ങനെ തിരിയാൻ കത്തിച്ചത്. തീ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കത്തുന്നുണ്ട് എന്താ. അതുപോലെ തന്നെ പിന്നെ മേലിലേക്കൊന്നും ഇരിക്കുക അങ്ങനെയൊന്നുമില്ല. ചൂടുണ്ടായതുകൊണ്ട് നല്ല രീതിയിൽ തളയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സാധനം നല്ല രീതിയിൽ തളയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കൊള്ളാല്ലേ നമ്മുടെ ചിക്കൻ ചുടൽ എങ്ങനെയുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ കണ്ടുപിടിക്കുക തന്നെ, അല്ലാത്ത ടോർച്ച് അടിച്ചാണ്ട് നോക്കാം. ഈ ഒരു വൈഡ് ആംഗിളിൽ ഇവിടെ ഇപ്പം 4 വർക്കുണ്ട്. അത് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ്. ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മതി. വേറെ ഒന്നും ഇല്ലല്ലോ എന്നുള്ളത് എന്തെങ്ങനെ റെഡിയാക്കണം. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ ഇവിടെ തന്നെ നമ്മൾ തോടാണ്. ഫിഷിങ് ഇല്ല കേട്ടോ, ഫിഷിങ് ഇല്ല. ഞാൻ ഫിഷിങ് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അതൊന്ന് കത്തിക്കട്ടെ, അതുകൊണ്ട് ഫിഷിങ് ഞാൻ ചെയ്യണില്ല. നമ്മൾ ചിക്കൻ നൈസായിട്ടൊന്ന് മറച്ചിടാനുള്ള ടൈം ആയിട്ടുണ്ട്. കത്തി ഞാൻ പറഞ്ഞ പോലെ കൈ വെച്ചതാട്ടോ. നല്ല രീതി വേകുന്നുണ്ടല്ലോ. ഉണ്ടാ ഉഷാറായിട്ട് വേകുന്നുണ്ട്. നമുക്കൊന്നുകൂടി വേണമെങ്കിൽ മറിച്ചിടാം. സംഭവം ഞാൻ വിചാരിച്ചതിനായിട്ട് ഉഷാറായിട്ട് വേകുന്നുണ്ട് കേട്ടോ സാധനം. കൊള്ളാല്ലേ, കൊള്ളാം. ഈ പൊരിയിട്ട് ഇതിങ്ങനെ മുരിഞ്ഞിട്ട് വേണം നമ്മൾക്ക് പിന്നെ എടുത്ത് കഴിക്കാം. പൊളിക്കും. ഇനി കുറച്ച് കഴിയട്ടെട്ടാ. വരുവായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഇങ്ങനെ ചെരിച്ചിട്ടുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു നമ്മൾ നേരത്തെ മറിച്ചിട്ടില്ലേ അപ്പോൾ ഇട്ടതാണ് ഇങ്ങനെ. എങ്കിൽ വെള്ളം അടിപൊളിയായിട്ടുണ്ട്. മീനല്ലേ, ചിക്കനാണല്ലേ നമ്മുടെ ചിക്കൻ. സോറി ഗൈസ്, ഞാൻ മീനിൽ നിന്ന് വേറെ ഒന്നല്ല. ഇന്ന് ഫിഷിങ്ങിൻ്റെ പരിപാടി നോക്കണം കരുതുന്നല്ല. തീ ഇനിയിപ്പോൾ ഞാൻ വല്ലാതൊന്നും കത്തിക്കണില്ല. ഇനിയിപ്പോൾ നമ്മൾ കിടന്നുറങ്ങാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8 മണി ആയിട്ടുണ്ട്.
തുള്ളും പൊള്ളി സാധനല്ലേ, എമ്മ സാധനല്ലേ, ഷാറായിട്ട് വെന്തിട്ടുണ്ട്, നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കല്ലേ. എൻ്റെ പൊണ്ടാട്ടി ചപ്പാത്തി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലേക്ക് റൈസോ വേറെ അല്ലെങ്കിൽ ഒരു കുബൂസോ ഒന്നും ഞാൻ ഉണ്ടാക്കാഞ്ഞത്. അങ്ങനെ കാലേറ്റിച്ചാൽ കാണൂലല്ലേ. 6 ചപ്പാത്തി. അപ്പോൾ ഞാനിതൊന്ന് ഒരു പീസ് ചിക്കൻ ഒക്കെ ചൂടൊക്കെ ആറിയിട്ട് സെറ്റായി കിടക്കുകയാണ്. ഇപ്പം സമയം എന്ന് പറയുന്നത് 8:45. അരമണിക്കൂറോളം നമ്മൾ കഴിഞ്ഞിട്ടാണ്. ഇവിടെ മറ്റേ ഈ പാറ്റയുടെ ശല്യ കാര്യങ്ങളൊന്നുമില്ല. എന്നല്ലേ മച്ചാനെ, പൊള്ളി സാധനാണ്. ഇത് ഞാൻ വെച്ചതന്നെയാണോ എനിക്കറിയില്ല. ഇത് ഞാൻ വെച്ചതന്നെയാണോന്നുള്ളത്. അത്ര കണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ടെൻറ്റിനകത്തുള്ള പരിപാടി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗ് കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അത് ടെൻറ്റിനകത്ത് നമ്മൾ ഇതുവരെ സെറ്റാക്കിയില്ല. നമ്മൾ ഈ പറഞ്ഞ മാതിരി കൊതുക് വല മാത്രമേ ഇടുന്നുള്ളൂ. ഇത് മാത്രം ഇട്ടാണ്ട് നമ്മൾ കിടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നോക്കാം നമുക്ക് ഒരു ദിവസമല്ലേ, ഇങ്ങനെ കിടന്ന് നോക്കാമെന്ന്. പിന്നെ നമ്മൾ എന്തൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത്, ഇത് നമ്മളുടെ അടുപ്പാണ്. അടുപ്പെന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയൊരു അടുപ്പുണ്ടല്ലോ, ഇതിൻ്റെ സിലിണ്ടർ കാര്യമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു അടുപ്പ് നമ്മൾ വാങ്ങിയിട്ടൊക്കെ കുറേ ആയി. അതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാതെ റിവ്യൂ കാര്യം നമുക്ക് നാളെ ചെയ്യാം, കാരണം രാവിലെ ചെയ്യാം. ഈ ഒരു അടുപ്പ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ക്യാമ്പിങ്ങിന് മാത്രമേ ഇത് യൂസിങ് ഉള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് നമ്മളുടെ യാത്രക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ മറ്റ് അടുപ്പും ഗ്യാസും ഉണ്ടല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇത് വെറുതെ ഇതൊരു ഡേഞ്ചറാണ് ഈ സംഭവം. ഇത് ഡേഞ്ചർ എന്ന് പറയാൻ കാരണം ആ ഒരു ചെറിയൊരു ക്യാൻ സിലിണ്ടർ അത് നമ്മൾ അടുത്ത് വെച്ചിട്ട് ഉള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് അവിടെ എത്തട്ടെ, അതൊന്ന്. പിന്നെ നമ്മൾ ചപ്പാത്തി കൊണ്ടുവന്ന പാത്രമുണ്ട്, ഇതും തന്നെ ഒരു അരിവ് വെക്കാം. പിന്നെ നമ്മുടെ ബാഗിനകത്ത് നമ്മൾ എന്തൊക്കെ കൊണ്ടുവന്നു, നമ്മളിതിനകത്ത് നമ്മളുടെ ക്യാമറയുടെ ബാറ്ററി കാര്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് മറന്ന സംഭവമുണ്ട്, പവർ ബാങ്ക് ഞാൻ മറന്നുപോയി. ഞാനിപ്പോൾ പോയപ്പോൾ പോലും എടുത്തില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്ലീപ്പിംഗ് ബാഗാണ്. നമ്മളിത് വിശാഖപട്ടണത്തിൽ നിന്നാണ് വാങ്ങണം. ഇതിൻ്റെ കവർ വേറെ ഒന്നുണ്ട്, ഞാൻ എടുത്തിട്ടില്ല. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ, അതുപോലെ തന്നെ പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയുള്ള ഗ്യാസ് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു ഗ്യാസാണ്. ഇതാണ് ഈ ഒരു സിലിണ്ടർ നമ്മുടെ കയ്യിൽ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ബാഗിലാക്കിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് 2 പേർക്ക് കിടക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഒക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പവർ ബാങ്കാണ് നമുക്ക് മിസ്സിങ്. നമ്മുടെ ടോർച്ച് രണ്ടും നമ്മുടെ കൈയെത്താൻ ദൂരത്ത് ഇവിടെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അത് ടോർച്ചിൻ്റെ ബോക്സാണ്, നമുക്ക് നൈസായിട്ട് മടക്കിയിട്ട് അങ്ങോട്ട് വെക്കാം. പിന്നെ നമുക്ക് തലണയായിട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ബാഗ് തന്നെയാണ്, മനസ്സിലായോ. ഈ ബാഗിൽ തന്നെ തല വെച്ച് കിടക്കാനാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കൊണ്ട് ബാഗിനെ ഒന്ന് മടക്കിയിട്ട് അങ്ങോട്ടേക്ക് വെക്കാം. പിന്നെ സ്ലീപ്പിംഗ് ബാഗിനെ നമുക്ക് ഇതിൻ്റെ ടെൻറ്റിനകത്തിട്ടുള്ള പരിപാടിയായിട്ടത് ഞാൻ നിവർത്തി കാണിച്ചിട്ടുണ്ടാവില്ല. ഇത് ഓപ്പണായി കിടക്കുവാണ്, പക്ഷേങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പണിങ് ഇവിടെ എൻഡിലൊന്ന് പൂട്ടാം. ഇതെന്താ വെച്ചാൽ നമുക്ക് ഒരു വിരിയായിട്ട് ഇത് ഇങ്ങനെ ഇത് ഉപയോഗിക്കാതായിട്ട് ഇതിൻ്റെ സിബ് സ്റ്റെക്കായിട്ട് ചെയ്യാൻ പറ്റാം. ഞാനിതിക്ക് വേറെ മാറ്റോ കാര്യം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമുക്ക് അടുത്ത പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് നോക്കാം മാറ്റ് കാര്യങ്ങളൊക്കെ. ആരാ ഈ നേരത്തെ ഫോൺ വിളിക്കുന്നത്? ഈ നേരത്തിൻ്റെ ഫോൺ ബെല്ലടിക്കണം. ചിഹ്നമാണ്. പവർ ബാങ്ക് കൊണ്ടുപോയിട്ടില്ല, 35% ഞാൻ മറന്നത്. ഞാൻ ഇപ്പോൾ വരുമ്പോൾ കൊണ്ടുവരണ കരുതിയാണ്. ഇനിയൊന്നുമില്ല, രാവിലെ നോക്കാം. ആയിക്കോട്ടെ. ടെൻറ്റിനുള്ളിൽ ആദ്യമായിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങി നേരം വെളുപ്പിക്കാൻ വേണ്ടി പോകുന്നത്.
എന്തോ ഒരു സൗണ്ട്. അത് വെള്ളത്തിൽ കൂടെ മീനുകളൊക്കെ ആയിരിക്കാം. വല്ല പന്നി വരുന്ന നോക്കിയാൽ മതി. വേറെ ഇല്ലല്ല, വേറെ പേടിയൊന്നും പേടിക്കണ്ട. മീനുകളാ വെള്ളത്തിൽ നിന്ന് തോട്ടുന്ന്. ഏതായാലും ഞാൻ എൻ്റെ ആദ്യ രാത്രി ഞാൻ അതിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടും ലൈക്ക് അടിക്കുന്ന സപ്പോർട്ടും കമൻറ്റ് ചെയ്യുന്ന സപ്പോർട്ടും എനിക്ക് വേണം. നിങ്ങൾ തരണം ദയവേത്. ബാക്കി നാളെ രാവിലെ കാണാം. ഓക്കെ, ബൈ. രാവിലത്തെ നേരം വെളുക്കാണല്ലോ. ലോകാവസാനമാണ്. പെരും മഞ്ഞ പെരും മഞ്ഞാണ്. ഇപ്പം സമയം എത്ര വരെ? 6:20. പുറത്തൊക്കെ കഴിച്ചാണ്ടേ കാണാൻ നല്ല മഞ്ഞുണ്ട്. പറഞ്ഞാൽ നല്ല മഞ്ഞ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ടെൻറ്റുമ്മലും അത്യാവശ്യം വെള്ളം ഉണ്ട്. കൊള്ളാട്ടോ സാധനം. എൻ്റെ ചെരുപ്പുണ്ട ആകെ മഞ്ഞ് വീണിട്ട് ഇതിൽ നിറച്ച് വെള്ളമാണ്. ഇപ്പം എണീറ്റിട്ടുള്ളൂ. ഒന്നര ഫ്രഷ് ആവട്ടെ കേട്ടോ. ഫ്രഷ് ആവട്ടെ, കണ്ണും മറന്ന് കഴുകട്ടെ. ചായ പരിപാടി നോക്കിയാലോ നമുക്ക്. ചായ ഉണ്ടാക്കിയാലാ. ചായ ഉണ്ടാക്കാൻ നമ്മുടെ അടുപ്പ് നമ്മൾ ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ സ്റ്റൗ നമ്മൾ ഉദ്ഘാടനം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഇതെങ്ങനെയാണോ ഞാൻ ഇതുവരെ പ്രവർത്തിപ്പിച്ച് നോക്കിയിട്ടില്ല. ഓക്കെ, റോബോട്ടിക് സാധനം. കൊള്ളാം. പക്ഷേ കാല് ഓഹോ അടിപൊളി അല്ലേ. ഇത് നമ്മൾ ഈ സാധനം ഇടുമ്പൊക്കെ എങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. ഇതൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴത്തേനും അതൊക്കെ മനസ്സിലാകുക. ഞാനത് കണ്ടിട്ട് ഇതിൻ്റെ വീഡിയോ കൂടി കണ്ടിട്ടില്ല കേട്ടോ. ഈ പ്ലാസ്റ്റിക്കിനെ ചെങ്ങായി പറഞ്ഞിരുന്നു പൂർണ്ണമായിട്ടും ഇതിനെ ഒഴിവാക്കണം, നമുക്ക് ചൂട് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ടോപ്പാ കണ്ടില്ലേ. ഗ്യാസൊക്കെ ഇതിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതിൽ വേറെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒരു സാധനത്തിന് കണ്ടെങ്കിൽ രണ്ട് ലോക്കുണ്ട്. പക്ഷേങ്കിൽ ഇടുമ്പലാകും ഒരു ലോക്കുള്ളൂ. അപ്പം അതെങ്ങനെ ഫിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. 2 ലോക്ക് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഈ ഒരു ലോക്കിൽ ഇങ്ങനെ ഇട്ട് തിരിക്കുമ്പോൾ ആ ലോക്കിൽ കുടുങ്ങി നിൽക്കുക. പിന്നെ ആ ഒരു ഒറ്റ ലോക്കുള്ളൂ. അപ്പം ഈ അടുപ്പിനായിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഈ അടുപ്പിനായിട്ടുള്ള ഗ്യാസ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. എന്താണെന്നാണെങ്കിൽ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഇതാകെ പൊട്ടിത്തെറിച്ചോന്നൊന്നും വെച്ചറിയില്ല. സംഗതി ഞാനിത് കുടുക്കിയിരിക്കണം. ഇത് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് നമുക്കത് കണ്ടാൽ മനസ്സിലാവും. ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അത് വെറുതെ കത്തിച്ചോട്ടെ. തുറക്കണ്ടല്ലേ. വേണ്ട, ഗ്യാസ് വരുന്നു. ആഹാ കിട്ടു. അയ്യവാ, നമ്മളുടെ അടുപ്പ് കത്തിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ഒട്ടിക്ക് വെച്ചെന്താ വെച്ചാല്, നമ്മൾ ഇന്നലെ ചായ മാത്രം ഉണ്ടാക്കിയൊരു പാത്രമാണ്. പക്ഷേങ്കിൽ നമ്മളെ ചായ പാത്രം എൻ്റെ അമ്മ എന്നെ കണ്ട ചീത്തറിയാൻ പുതിയത് വാങ്ങിയാണ്. അമ്മക്ക് കാണിച്ചു കൊടുത്താണ്. ആകെ കരിയായി പോയി. അമ്മയല്ല ചിഹ്നവും. ചിലപ്പോൾ എന്തിനാ നിങ്ങൾ ഈ പാത്രം ഇങ്ങനെ കട്ടിയത് കയറി. ഒരാൾക്ക് കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നോക്കാം. ഇതൊന്നും നിൽക്കൂലേ. ആയിവാ, സൂപ്പർ പരിപാടി. തീ വേണമെങ്കിൽ കുറച്ചൊരു പൊടിക്ക് ഒരു പൊടിക്ക് അത് മതി. വേണ്ട തീ അത്ര നല്ലൊരു കുട്ടിയെടുപ്പില്ലേ.
നമ്മളെ വെള്ളം വെച്ചിട്ടുണ്ട്. തിളക്കാനായി, ഇപ്പം തന്നെ ചൂടായി വെള്ളം. അതുപോലെ തന്നെ നമുക്ക് സൺറൈസ് ഒന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. കാരണം ഇവിടെ സൺറൈസ് അങ്ങനെ കിട്ടലില്ല ഇപ്പോൾ പകല്. ഇപ്പോൾ ഈ ഒരു വൃശ്ചിക മാസം ആയതുകൊണ്ട് തന്നെ അത് കിട്ടലില്ല. അപ്പം നല്ല മഞ്ഞ്, ഇത്രയും മഞ്ഞ് ഉണ്ടാവലുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. രാവിലെ ഈ നേരത്തെ ഒന്നും ഇങ്ങോട്ടേക്ക് വരലില്ലല്ലോ. അതിൻ്റെ വേല കുറച്ച് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് കരുതുന്നുണ്ട്. ആ പൊടി ഓക്കെയാണോ? ഇട്ടിട്ട് പോരാം, അത് മതി. പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല. ഓഫാക്കാം, ഓഫാക്കി. എന്നാ ചായ കുടിക്കാം. നല്ല തണുപ്പ്, അതിക്കൊരു ഗ്ലാസ് കട്ടന്. ഇനിയുണ്ട് കുറച്ചുകൂടി, പക്ഷെ അത്ര നമുക്ക് വേണ്ടല്ലോ. ഇന്നലെ രാത്രി നമ്മൾ കിടന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ഉറങ്ങാന്നുള്ള ലെവലിലേക്ക് കിടന്നിട്ടുണ്ട്, മൊബൈലൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ പക്ഷേങ്കിൽ നമുക്ക് അങ്ങോട്ട് ഉറക്ക് വരുമല്ല. നമ്മളൊന്ന് വീട്ടിലല്ലല്ലോ കിടക്കുന്നത്, നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിത്. പിന്നെ തണുപ്പൊന്നും ആ നേരത്തില്ല. ആ നേരത്ത് തണുപ്പ് കാര്യമൊന്നുമില്ല. ഞാൻ ഈ ഒരു നെറ്റ് ഓൺ ആക്കിയിട്ടാണ്ടാണ്, അതായത് നമ്മുടെ വാതിലിൻ്റെ നെറ്റ് മാത്രം തുറന്നിട്ടാണ്ടുള്ള കിടപ്പായിരുന്നു. അപ്പോൾ എനിക്ക് നമ്മൾ പല സൗണ്ട് നമ്മൾ കേൾക്കും. അധികം കേട്ടിരുന്ന സൗണ്ട് ഈ വെള്ളത്തിൽ നിന്ന് മീനുകളുടെ സൗണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ പുറത്തുനിന്ന് ഇവിടുന്നൊക്കെ കേൾക്കാം. പക്ഷേ അതൊന്നും വലിയൊരു ഭയാനകമായിട്ടൊന്നുമില്ല ഇവിടെ സൗണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ മാതിരി വെള്ളത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ചാടുമല്ലോ, ആ ചാടുന്ന സൗണ്ട് നമ്മളൊന്ന് നെട്ടിക്കും. നമ്മൾ എന്താന്നുള്ളതൊന്നും ഇങ്ങനെ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഉറങ്ങിയിട്ട് ഒരു 3 മണിക്ക് എണീറ്റു. ഞാൻ ആ 3 മണിക്ക് എണീറ്റതിൽ ഒരു ഷോർട്ട് ചെടുത്ത് നിങ്ങൾ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ ഞാനത് ഉറക്കിൻ്റെ ഒരു ദമ്മിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എണീറ്റ് കാണിച്ചില്ല ഷോർട്ടൊന്നും. എൻ്റെ കാലിൻ്റെ തൊട്ട് തന്നെയാണ് ക്യാമറ ഉള്ളത്. പക്ഷേ ക്യാമറ മാത്രം ഓണാക്കിയാൽ പോരല്ലോ, നമുക്ക് ലൈറ്റും വേണം. ലൈറ്റിൻ്റെ കയ്യെത്താൻ ദൂരത്ത് തന്നെയാണ് അതുള്ളത്. വേണ്ട വെച്ച് ഞാൻ വീണ്ടും അതേമാതിരിനായിട്ട് കിടന്നു ഉറങ്ങി. പിന്നെ ഞാൻ നീക്കേണ്ട ഒരു 5 മണിക്കാണ്. 5 മണി നേരത്ത് ഞാൻ നേരം വെളുത്തുക്കണ എഴുതി എണീറ്റതാണ്. അപ്പോഴും തന്നെ അത്യാവശ്യം നല്ല ഇരുടാ, നല്ല മഞ്ഞല്ല തണുപ്പുണ്ട്. നമ്മുടെ ടെൻറ്റുമ്മയുടെ ഒക്കെ മേൽഭാഗത്തൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് എടുത്തിട്ടില്ലെങ്കിൽ പുറത്തം വിട്ടാൽ നമ്മൾ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പുതപ്പായിട്ട് പോയിരുന്നെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. അല്ലെങ്കിൽ തന്നെ ജലദോഷം കഫക്കെട്ടുമാണ്, അതിൻ്റെ ഇടയിൽ കൂടെ അത് കയറും. എൻ്റെ വിലയേറിയ അഭിപ്രായം. ഇതിൽ കുറേയൊക്കെ പോരായ്മകളുണ്ടാവും എനിക്കറിയാം. തീർച്ചയായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എത്രത്തോളം ഇഷ്ടമായി എന്നുള്ളതും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അതിൽ നിന്നും വേണം എനിക്ക് ഇതിൻ്റെ പോരായ്മകൾ നികത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് തന്നെ അറിയാം ഞാൻ തന്നെ നികത്തും കുറേയൊക്കെ. പക്ഷെ എന്നാൽ പോലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തുമ്പോൾ ഞാൻ വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ശ്രദ്ധയപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമല്ലോ. എന്നാൽ പിന്നെ നമ്മുടെ ക്യാമ്പിങ് ഇന്നത്തത് ഇവിടെ ആയിട്ട് അവസാനിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ളൂ. അപ്പോൾ ഞാനിതൊക്കെ ഒന്നൊരു പാക്ക് ചെയ്തിട്ടാ കംപ്ലീറ്റ് സാധനം നുള്ളിപ്പൊറുക്കി എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് A to Z. അതുപോലെ തന്നെ നമ്മളിവിടെ നിൽക്കുന്ന ഈ ഒരു ഏരിയയിൽ നമ്മൾ പ്ലാസ്റ്റിക്കായിട്ട് ചെയ്തിട്ടുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അത് നമുക്ക് ഈ പറഞ്ഞ മാതിരി വണ്ടർഫുൾ വണ്ടുവരിന് കൊടുക്കാം, പഞ്ചായത്തിൻ്റെ ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സാധനവും ഒന്നുപോലും വിടാതെ നുള്ളിപ്പൊറുക്കി തുടങ്ങട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മളെ ടെൻറ്റും തന്നെ നൈസായിട്ട് കഴിച്ചിട്ട് അതും മടക്കി കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ തെറിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറയാൻ ബാക്ക് ബാഗ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, എല്ലാം ഓക്കെ. പിന്നെ നമ്മളുടെ സാധനങ്ങൾ ഇനി ഷീറ്റും ടെൻറ്റും കത്തിയും ഗ്രില്ലും ഇത് നമ്മൾ കയ്യിൽ തന്നെ പിടിക്കേണ്ടി വരും. ക്യാമറ പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടതൊന്നും ഇവിടെ ഉണ്ടാവില്ല, ഒന്നും ഞാനിവിടെ ഇട്ടിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ല നല്ല ക്യാമ്പിങ്ങോ നല്ല നല്ല വീഡിയോകൾ വരും നമ്മുടെ ചാനലിൽ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്. ഞാനതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത യാത്ര അതുമുണ്ട്. യാത്ര എന്നാന്ന് ചോദിച്ചാൽ അടുത്ത വർഷമാണ് യാത്ര. ഇനിയിപ്പോൾ ഏതായാലും ഒരു മാസം കൂടിയുള്ള അടുത്ത വർഷം ആയ ഉടനെ യാത്രയല്ല, ടൈം എടുക്കും. ഓക്കെ. എന്നാൽ പിന്നെ ഞാൻ എല്ലാ സാധനങ്ങളും ഓക്കെ ആയതുകൊണ്ട് ഞാൻ പോവുകയാണ്.
പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഓക്കെ, ബൈ.